സ്ട്രാറ്റജിക്കൽ ബ്രാൻഡ് ബിൽഡിംഗ് SPB മെൻറ്ററിംഗ് പ്രോഗ്രാം കേരളത്തിൽ നിന്നുള്ള ബ്രാൻഡുകളെ ഗ്ലോബൽ ലെവലിലേക്ക് എത്തിക്കുക എന്ന മിഷനുമായി വർക്ക് ചെയ്യുന്ന ഒരു ടീമിൻ്റെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. പുതുതായി ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിലവിലുള്ള ബിസിനസ്സിൻ്റെ പുതിയ രൂപത്തിലേക്ക് മാറ്റാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ 100-ലധികം ബ്രാൻഡുകൾക്ക് ഗ്ലോബൽ ലെവലിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാൻ സാധിച്ചു എന്നത് വളരെയധികം സന്തോഷകരമായ കാര്യമാണ്. അത്തരത്തിൽ മൂവ് ചെയ്ത ഏതാനും ചില ബ്രാൻഡുകളെ നേരിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. 2019 സെപ്റ്റംബർ 9 അൽബിഡോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് എന്താണ് ബ്രാൻഡിങ്, എങ്ങനെയായിരിക്കണം ഒരു ബ്രാൻഡിങ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ബ്രാൻഡിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അറിയില്ലായിരുന്നു. അന്നാണ് ഞങ്ങൾ ജാഫർ സാറിനെ പരിചയപ്പെടുന്നതും ജാഫർ സാറിൻ്റെ SPB എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റിലേക്ക് ഞങ്ങൾ വരുന്നത്. ബ്രാൻഡ് എങ്ങനെയാണ് ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയായി മാറുന്നത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരികയും ചെയ്തു. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ഒരു ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക്കിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ അതിന് ഏറ്റവും നല്ല ഒരു പ്ലാറ്റ്ഫോമാണ് ടോപ് 10 SBB ലെവൽ 1. സത്യത്തിൽ വിഷൻ എന്താണ്, മിഷൻ എന്താണ്, കോർ വാല്യൂ എന്താണ്, കോർ പർപ്പസ് എന്താണെന്ന് MGമിനെയും മിസ്റ്റർ മഷിനെയും കാണിച്ചു കൊടുത്തതും അതിലേക്കുള്ള നിർദ്ദേശങ്ങൾ തന്നതും SBB ലെവൽ 1 തന്നെയാണ്. നമ്മളെ കോളേജിൽ പഠിച്ച ഒരു ഡിഗ്രി കിട്ടിയതിന് ശേഷമാണ് ഒരു ഡെന്റിസ്റ്റ് എന്നുള്ളൊരു ബ്രാൻഡ് അല്ലെങ്കിൽ ഡെന്റിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ലേബിൾ നമുക്ക് വേണ്ടി. അപ്പോൾ അത് കൊണ്ടങ്ങനെ ജീവിച്ച് പോകാമെന്നുള്ളതാണ് സാധാരണ ഏതൊരു ഡെന്റിസ്റ്റുമാരാണെങ്കിലും ഏതൊരു ഡോക്ടേഴ്സ് ആണെങ്കിലും ചെയ്യും. അപ്പോൾ അവിടെ നിന്നൊരു ബ്രാൻഡിലേക്ക് വളരാനും ബ്രാൻഡിനെ കുറിച്ച് ചിന്തിക്കാനും ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ടോപ് 10 എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റിയിൽ SBB എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ നമ്മൾ അറ്റൻഡ് ചെയ്തു എന്നുള്ളതാണ്. ഞാൻ പ്രധാനമായിട്ടും ചെയ്യുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ ഓർഗാനിക് കോസ്മെറ്റിക് പ്രൊഡക്റ്റാണ്, നമ്മൾ ആയുർവേദിക് കോസ്മെറ്റിക് പ്രൊഡക്റ്റുകൾ. അങ്ങനെയാണ് ഞാൻ ടോപ് 10 ടോപ് 10 ഭാഗമായിട്ട് തന്നെ SPB 1 അറ്റൻഡ് ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടുകയും ചെയ്തു. അവിടെ നിന്നാണ് ശരിക്കും ബിസിനസ് എന്താണെന്ന് ശരിക്കും ഞാൻ മനസ്സിലാക്കുക ചെയ്തു. സാധാരണഗതിയിൽ ഞാനൊരു അഗ്രികൾച്ചർ മേഖലയിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അഗ്രികൾച്ചർ പ്ലാന്റ്സ് സെയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബിസിനസ്സാണ് ചെയ്തു വന്നിരുന്നത്. അപ്പോഴാണ് ടോപ് 10 എന്നുള്ളൊരു ബിസിനസ് ഗ്രൂപ്പിലേക്ക് വരികയും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് SBB എന്നുള്ളൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുകയും ചെയ്തത്. അങ്ങനെ മസ്റ്റ് ഗ്രോ എന്നുള്ള ഒരു ബ്രാൻഡിലൂടെ ഞാൻ എൻ്റെ ബിസിനസ് മേഖല ഉയർത്തിക്കൊണ്ടുവരികയും അതിനെ ഡെവലപ്പാക്കുകയും ഇന്ന് കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒരുപാട് ഫ്രാഞ്ചൈസികൾ ഉണ്ടാക്കുകയും പ്ലാന്റേഷനും മറ്റുള്ള കാര്യങ്ങളിലേക്കും ഡെവലപ്പാക്കുകയും ചെയ്തത്. നാച്ചുറൽ ക്ലാഡിംഗ് സ്റ്റോൺ മാനുഫാക്ചറാണെന്ന് പറയുമ്പോൾ കേരളത്തിൽ ആദ്യത്തെ മാനുഫാക്ചററാണ് ബൈസ നാച്ചുറൽ സ്റ്റോൺ. ബൈസ ഞങ്ങളുടെ ബ്രാൻഡാണ്. ഈ ബ്രാൻഡിങ് നമുക്ക് ഇമാജിനോയുടെ നേതൃത്വത്തിൽ നടക്കുന്ന SBBയിലൂടെയാണ് ഇതിനെക്കുറിച്ചിട്ടുള്ള കുറേ സ്ട്രാറ്റജികളും ഐഡിയകളും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആശയങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയത്.